ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ചു വെച്ചു. വെച്ചപ്പോ പപ്പ ആദ്യം പറഞ്ഞ നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ ആ രീതിയിൽ പൊക്കോ. അപ്പൊ പിന്നെ അമ്മയടുത്ത് എങ്ങനെ ചോദിക്കാൻ പറ്റുന്ന അങ്ങനെ അമ്മേനെ വിളിച്ച് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഈ വീഡിയോയുടെ എക്സ്പ്ലനേഷൻ തരുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ രേണുവിന്റെ വലിയൊരു കള്ളത്തരത്തിന്റെ കാര്യം കൂടെ ഇതിലൂടെ പറയുന്നുണ്ട്. അങ്ങനെ അധികം ആരും അതങ്ങനെ പറഞ്ഞ് ഞാൻ കണ്ടില്ല. ഈ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്നവരെല്ലാവരും ഈ റിതപ്പന്റെ ഫേസ് റീഡിങ്ങും റിതപ്പന് ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് റിതപ്പൻ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒന്നും നേരെ ചൊവ്വേ നമ്മുടെ കിച്ചുനോട് സംസാരിക്കുന്നില്ല, അതൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ നമുക്ക് സംസാരിക്കാം. അല്ലാതെ നമ്മുടെ രേണു പറഞ്ഞ വലിയൊരു കള്ളത്തരം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. എത്രമാത്രം വലിയ കള്ളിയാണ് രേണു എന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ അധികം രേണുവിനെ അങ്ങനെ കള്ളി അല്ലെങ്കിൽ അങ്ങനെ ബോഡി ഷേമിങ് അങ്ങനെയൊന്നും ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. പക്ഷെ എത്ര സമൃദ്ധമായിട്ടാണ് രേണു കള്ളം പറഞ്ഞത് എന്നത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം കിച്ചു രേണുവിന്റെ വീട്ടിൽ ചെന്നത്, രേണുവിന്റെ വീട്ടിലല്ല സോറി കിച്ചുവിന്റെ വീട്ടിൽ റിതപ്പൻ താമസിക്കുന്ന, റിതപ്പനും രേണുവിന്റെ ഫാമിലിയും താമസിക്കുന്ന കിച്ചുവിന്റെ വീട്ടിൽ ചെന്നതും നമ്മുടെ റിതപ്പനെ എടുക്കുന്നതും പുറത്തു പോകാന്ന് പറയുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അത് കണ്ടിട്ട് നമ്മുടെ രേണു പറഞ്ഞ കള്ളത്തരം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മളെ ഇന്നത്തെ പരിപാടി നമ്മൾ റിതപ്പനെ കാണാനായിട്ട് പോവാണ്. എത്തിയിട്ടുണ്ട്. സംഭവം നമ്മൾ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. എല്ലാരും ഉണ്ട്. എങ്ങടാ പോവാൻ പോ നമ്മള്? ലുലുമാളി പോയിട്ടുണ്ടോ? നമ്മുടെ ഗെയിം കളിക്കാം. സൂപ്പർ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാ ഇപ്പൊ എന്താ കഴിക്കാൻ പോകുന്നത്? ചിക്കൻ എന്ത് കഴിക്കാൻ പോകുന്നു? ചിക്കൻ. റിതപ്പൻ ഹാപ്പിയാണോ? സന്തോഷമായോ? വയറൊക്കെ പറഞ്ഞോ? എന്തൊരു ക്യൂട്ട്നെസ്, എന്തൊരു സ്നേഹമാണ് അവര് തമ്മില്, സഹോദരങ്ങൾ തമ്മില്. എന്തൊരു സ്നേഹം. ആ ഒരു സ്നേഹബന്ധം എന്ന് നിലനിർക്കട്ടെ. പക്ഷേ നമ്മുടെ കിച്ചു ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴേക്ക് നമ്മുടെ റിതപ്പന്റെ ഫേസ് കണ്ടായിരുന്നു. ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിച്ചു റിതപ്പന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കിച്ചു ചേട്ടൻ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലുന്നതും, പിന്നെ കിച്ചു ഒരിക്കൽ റിതപ്പനെ സ്കൂളിൽ കൊണ്ടുവിടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് റിതപ്പന്റെ മുഖത്തെ സന്തോഷവും അവർ തമ്മിൽ എന്തോരം ബോണ്ടിങ്ങും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോ കിച്ചു കയറി ചെന്നപ്പോ സുഖാണോ എന്നൊക്കെ ചോദിച്ചനൊക്കെ അധികം ഒന്നും മിണ്ടാതെ പറയാതെ അങ്ങനെ ഒരു അടുപ്പം കാണിക്കാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള കാരണം ഇപ്പൊ ഈ പ്രശ്നങ്ങൾ, അതായത് കിച്ചു രേണുവിനെ പറ്റി പറഞ്ഞല്ലോ, കിച്ചുവിന്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഇപ്പൊ എന്തായാലും രേണു സ്ഥലത്തില്ല. അപ്പം രേണുവിന്റെ വീട്ടുകാര്, അതായത് രേണുവിന്റെ ചേച്ചിയായാലും രേണുവിന്റെ അമ്മയായാലും നല്ലതുപോലെ പറഞ്ഞു കൊടുത്തിട്ടാവും കിച്ചുവിന്റെ അടുക്ക പോവരുത്, കിച്ചു വിളിച്ചാൽ പോവരുത്, കിച്ചുവിനോട് സംസാരിക്കരുത്, കിച്ചു നിന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, നിന്റെ അമ്മയെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് കിച്ചു ചീത്തയാന്നൊക്കെ നല്ലതുപോലെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അത് ആ കൊച്ചിന്റെ മുഖത്ത് നോക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലേ? എനിക്ക് അങ്ങനെ തോന്നി. നേരത്തെയൊക്കെയുള്ള വീഡിയോയിലൊക്കെ കിച്ചുവിന്റെ വീഡിയോയിൽ കിച്ചു റിതപ്പനെ കാണിക്കുമ്പം റിതപ്പന്റെ മുഖത്തിലുള്ള സന്തോഷവും ആ ഒരു സ്നേഹവും ഇപ്പൊ ഈ വീഡിയോയിൽ ഇല്ല. ഇനി നമുക്ക് രേണു പറഞ്ഞ കുറച്ച് കള്ളങ്ങൾ പൊളിച്ചെടുക്കാം. എന്തോ പറയും അമ്മയുടെ എന്തോ പറയും എന്താ വരാതെന്ന് വെച്ചാൽ എന്തോ പറയും കാരണം എന്തോ പറയും ആരുടെ കൂടെ വീട്ടിലേ കിച്ചുവിന്റെ ഫ്രണ്ട്സ് നല്ല ബുദ്ധിമാന്മാരാട്ടോ. ഈ കൊച്ചിനോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട് കിച്ചുവിന്റെ ഫ്രണ്ട്സ്. ആദ്യം ചോദിക്കുന്നുണ്ട് അമ്മയെ വിളിച്ച് പറയട്ടോ, അമ്മയെ വിളിക്കട്ടോ. വിളിക്കാം. ആ കൊച്ചി റിതപ്പൻ പറയുന്നുണ്ട്. അപ്പൊ എവിടെ പോവാന്ന് പറയും? ഞാൻ കിച്ചു ചേട്ടൻ്റെ കൂടെ കറങ്ങാൻ പോവാന്ന് പറയും. അപ്പൊ അമ്മ വിട്ടില്ലെങ്കിലോ എന്ന് ആ കിച്ചുവിന്റെ കൂടത്തെ വന്ന ഫ്രണ്ട്സ് റിതപ്പനോട് ചോദിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. നമ്മുടെ പ്ലാനിങ്ങിൽ ചെറിയൊരു ചേഞ്ചസ് ഉണ്ട് എന്നാണ് കിച്ചു പറഞ്ഞു തുടങ്ങുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. അമ്മയടുത്തൊക്കെ വിളിച്ച് പറഞ്ഞു തന്നെ വന്നേയില്ലേ കൊണ്ടുപോകാൻ അമ്മയടുത്ത് വിളിച്ച് പറഞ്ഞു കേട്ടല്ലോ. അമ്മയെ ഞാൻ വിളിച്ചു, ഇതുവരെ വന്നതല്ലേ, അപ്പൊ അമ്മയോടെ ഞാൻ വിളിച്ചു ചോദിച്ചു, റിതപ്പനെ ഞാൻ പുറത്ത് കൊണ്ടു പൊക്കോട്ടെ എന്ന് അമ്മയോടെ ഞാൻ വിളിച്ചു, അമ്മയെ വിളിച്ചു എന്നാണ് കിച്ചു പറയുന്നത്. വിളിച്ച് പറഞ്ഞു ഇപ്പൊ ആ കുഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ? ഇപ്പൊ ആ പിള്ളേർ ഇങ്ങനെ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പുറത്ത് പോകുന്ന കാര്യം പറഞ്ഞപ്പോ ആ കൊച്ചിന്റെ മുഖത്തൊരു ചെറിയൊരു സ്മൈൽ വരുന്നുണ്ട്. അല്ലാതെ ആ കൊച്ചു നല്ലോണം ചിരിക്കുവോ കിച്ചിനോട് നല്ലോണം സംസാരിക്കുവോ ഒന്നും ചെയ്യുന്നൊന്നും ഈ വീഡിയോയിൽ കണ്ടതേ ഇല്ല.
എയർപോർട്ടിൽ പോകാൻ നിന്നില്ലേ? എയർപോർട്ടിൽ വന്ന് ഇപ്പൊ ഇങ്ങനെ ഇഷ്ടമാണോ എയർപോർട്ടിലെ ആൾക്കാരെയൊക്കെ കാണുമ്പോ? എന്തുവാ നിനക്ക് തോന്നാറുണ്ടോ അവിടുത്തെ ആൾക്കാരൊക്കെ പിള്ളേരെ മൊത്തവും കൊണ്ടുപോകാന്നുള്ള രീതിയിൽ നിൽക്കുക. എല്ലാരും ഉണ്ട്. നമ്മളിന്ന് എവിടെ അപ്പൊ പോകാൻ പോകും? നമ്മള് ലുലുമാളെ പോയിട്ടുണ്ടോ? നമ്മക്കടെ ഗെയിം കളിക്കാം. റൂമിനകത്തേക്ക് കയറിയിട്ട് ഇതെന്തു പറ്റി, ഇതെന്താന്ന് പറഞ്ഞോണ്ടൊക്കെ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് അവിടെ വെച്ച് അവരുടെ വീഡിയോ കട്ടാവുകയാണ്. എനിക്ക് തോന്നുന്നുണ്ട് ഈ സമയത്ത് അവരുടെ വീട്ടിലുള്ളവർ വന്ന് കിച്ചുനോട് സംസാരിച്ചിട്ടുണ്ടാവും. അതായത് രേണുവിന്റെ അച്ഛനോ അല്ലെങ്കിൽ രേണുവിന്റെ അമ്മയോ ചേച്ചിയോ ആരെങ്കിലും ഒക്കെ വന്ന് കിച്ചുനോട് സംസാരിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ വെച്ച് വീഡിയോ അങ്ങ് കട്ടാവുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അവർ കാറിലിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കിച്ചു പറഞ്ഞില്ലേ, ഞാൻ അമ്മയെ വിളിച്ചു ചോദിച്ചായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ബാക്കി ഞാൻ കേൾപ്പിക്കാം. അപ്പോഴാണ് ഞാൻ ഇക്കാര്യം ഓർത്തത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇതിലേക്ക് പോയി. അപ്പൊ കിച്ചു പറഞ്ഞത്, ഞാൻ അമ്മയെ വിളിച്ചു ചോദിച്ചു റിതപ്പനെ പുറത്തു കൊണ്ടുപോകുന്ന കാര്യം എന്നാണ് നമ്മുടെ കിച്ചു പറഞ്ഞത്. ആണേ ദുബായിൽ വെച്ച് വിളിച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഒരു എന്താ പറയാ, നമ്മൾ ഇതുവരെ ചിന്തിച്ച പോലെ അല്ലാത്തൊരു പെട്ടെന്നൊരു നമുക്കൊരു ഇത് വരുമ്പോഴത്തേനും നമ്മളത് സ്വയമായിട്ട് നമ്മൾ വിളിക്കാതെ ശലിക്കാതെ ഇരുന്നാൽ പോലെ അതല്ലേ നല്ലത്. ഞാൻ വിളിച്ചില്ല, എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചില്ല. ഞാൻ ഇനി എന്തായാലും അങ്ങോട്ട് കയറി ശല്യം ചെയ്യാൻ പോകും. ഫോളത്തിലെയാ എന്താ ചേട്ടാ, ഫോളത്തിലെ എന്താ കുഴപ്പം? ഇല്ല, ആരും വിളിച്ചില്ല. ഇതാണ് ഞാൻ പറഞ്ഞ രേണു പറയുന്ന കള്ളം. അവരുടെ ആ മുഖത്തിന്റെ ഇത് നോക്കൂ. ഇപ്പൊ എന്താ പറഞ്ഞേ, റിതപ്പനെ കാണണമെന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും വിളിച്ചിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല. അന്ന് ദുബായിൽ വെച്ചിട്ടാണ് ലാസ്റ്റ് വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തിനാണ് രേണു ഇങ്ങനെ കള്ളം പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇതിപ്പോ ഇപ്പോഴത്തെ സംഭവമാണെന്ന്. പക്ഷേ ഈ കിച്ചു റിതപ്പനെ കാണാൻ അവിടെ പോകുന്നത് എപ്പോൾ ഉള്ള സംഭവമാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? കാണിച്ചു തരാം, അല്ല കാണിച്ചു തരാം. അപ്പൊ രേണു ഈ പറഞ്ഞ കാര്യം എനിക്കൊന്ന് കാണിക്കണമായിരുന്നു. അത് പക്ഷേ ഒരു റിയാക്ഷൻ വീഡിയോക്കാരും അങ്ങനെ അധികം കാണിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. രേണു പറയുന്ന പച്ചക്കള്ളം. നേരത്തെ ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ അതൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഇപ്പോ ഞാനത് പറഞ്ഞു തന്നെ. കിച്ചു പറഞ്ഞു റിതപ്പനെ കൂട്ടാനായിട്ട് ഞാൻ അമ്മയെ വിളിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞു. അത് ഈ പ്രശ്നം കഴിഞ്ഞിട്ടാണ് കിച്ചു അവരുടെ വീട്ടിൽ ചെന്നേന്നുള്ളത് ആദ്യമേ നമ്മുടെ കിച്ചുവിന്റെ വീഡിയോയുടെ ആദ്യമേ അവര് ടെൻഷനുണ്ടോ, അന്നത്തെ പ്രശ്നത്തിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോ ഇപ്പൊ രേണു എന്താ പറയുന്നേ, അന്നത്തെ ദുബായിൽ വെച്ച് ലാസ്റ്റിൽ അന്ന് വിളിച്ചതാണ്, അതിനുശേഷം പിന്നെ വിളിച്ചിട്ടേ ഇല്ല. എന്തരടേ പറഞ്ഞൂടെ? ഞാനിപ്പോ എയർപോർട്ടിൽ വന്ന സമയത്ത് എന്നെ കിച്ചു വിളിച്ചായിരുന്നു, റിതപ്പനെ കൊണ്ട് പുറത്ത് കറങ്ങാൻ പോകാനായിട്ട് വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? അപ്പോൾ അവിടെ കിച്ചുവിനെ ഒരു മോശക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. പക്ഷെ സത്യത്തില് ഇപ്പൊ വിളിച്ചല്ലോ. എനിക്കറിയാൻ വയ്യ, ഈ കിച്ചു ഉണ്ടല്ലോ കൂടെ കൊണ്ടുവന്ന് ഓരോരോ വീഡിയോകൾ ഇടും. നമ്മുടെ രേണുവിന് അത് പ്രോബ്ലം ആവും. ഈ കിച്ചു ഇടുന്ന വീഡിയോ കാരണം രേണു ഇങ്ങനെ ഏറിപ്പോക്കൊണ്ടേ ഇരിക്കുവാണ്. എന്താ രേണു പറയുന്ന കാര്യങ്ങൾ ഓർത്ത് കണ്ടറിഞ്ഞങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലേ. ഈ സംസാരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടല്ലേ ഇങ്ങനെയുള്ള പ്രശ്നം വരുന്നത്. എയർപോർട്ടിൽ പോകാൻ നിന്നില്ലേ? എയർപോർട്ടിൽ വന്ന് ഇപ്പൊ ഇങ്ങനെ ഇഷ്ടമാണോ എയർപോർട്ടിലെ ആൾക്കാരെയൊക്കെ കാണുമ്പോ? എന്തുവാ നിനക്ക് തോന്നാറുണ്ടോ അവിടുത്തെ ആൾക്കാരൊക്കെ? പിള്ളേരെ മൊത്തവും കൊണ്ടുപോകാന്നുള്ള രീതിയിൽ നിൽക്കുക. എല്ലാരും ഉണ്ട്. നമുക്കൊന്നുകൂടെ കേൾക്കാം. കിച്ചു രേണുവിനെ വിളിച്ചു. അപ്പം ഇപ്പോ രേണു എവിടെയാണ് എന്നുള്ള കാര്യവും ഇപ്പോ നമുക്ക് കിച്ചുവിന്റെ സംസാരത്തിൽ നിന്ന് എയർപോർട്ടിൽ പോകാൻ നിന്നില്ലേ? എയർപോർട്ടിൽ വന്ന് ഇപ്പൊ ഇങ്ങനെ ഇഷ്ടമാണോ എയർപോർട്ടിലെ ആൾക്കാരെയൊക്കെ കാണുമ്പോ? എന്തുവാ നിനക്ക് തോന്നാറുണ്ടോ അവിടുത്തെ ആൾക്കാരൊക്കെ? പിള്ളേരെ മൊത്തവും
എയർപോർട്ടിൽ പോവാൻ നിന്നതാണ് എന്നാണ് പറയുന്നത്. എയർപോർട്ടിൽ എപ്പോഴാണ് പോകുന്നത്? രേണു അവിടെ നിന്ന് വരുന്ന സമയത്ത് രേണുവിനെ വിളിക്കാൻ പോകാനായിട്ട് എയർപോർട്ടിൽ പോകാനായിട്ട് നിന്നതാണെന്ന്. അപ്പോൾ അന്ന് കൊച്ചിയിൽ എയർപോർട്ടിൽ രേണു വന്ന് ഇറങ്ങുന്ന സമയത്തുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഈ കൊച്ചി എയർപോർട്ടിൽ രേണു വന്ന് ഇറങ്ങിയിട്ട് രേണു എന്തോ പറഞ്ഞേ, കിച്ചു വിളിക്കാറില്ല, കിച്ചുവിനെ ഞാൻ വിളിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്. അപ്പൊ എന്തുമാത്രം കള്ളോ ഈ രേണു പറയുന്നത്. ഇപ്പതേ തെളിഞ്ഞു. ഈ രേണു പറയുന്ന കള്ളത്തരങ്ങളെല്ലാം പിന്നീട് അത് സത്യമാണെന്ന് തെളിഞ്ഞു വരും. ഈ രേണു ഏറി പോവുകയും ചെയ്യും. ഈ കിച്ചു കൂടെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വീഡിയോ ആയിട്ട് വരും രേണുവിനെ ഏറി കയറ്റാനായിട്ട്. എന്തുവാടേ കിച്ചു ഇത്. നമുക്കിനി ആ ലാസ്റ്റിൽ കിച്ചു പറയുന്നത് കൂടെ അങ്ങ് കേട്ടിട്ട് അങ്ങ് ഈ വീഡിയോ അങ്ങ് നിർത്താം ഗൈസ്. ഓക്കെ, ഒരു ഉമ്മ തരുമോ? പോയിട്ട് വരാം. ടാറ്റ ടാറ്റ. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പം നമ്മൾ ഉടപ്പനെ കൊണ്ടാക്കി തിരിച്ച് ഇതിനിടയ്ക്ക് അപ്പൊ അങ്ങനെ നമ്മൾ ഉടപ്പനെ കൊണ്ടാക്കി നമ്മൾ തിരിച്ച് പോകുന്നു. എല്ലാവരും ഹാപ്പി. നമ്മളിവിടെ വന്നപ്പോൾ ആദ്യം ഉടപ്പനും ഇവരെല്ലാരും കൂടെ എറണാകുളത്തോളം പരിപാടി തന്നെ അമ്മയുടെ രീതിയിൽ. അപ്പൊ ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഇവര് പോകുമല്ലേ, നടക്കത്തില്ല എന്നുള്ള രീതിയിൽ കടയിൽ കൊണ്ട് പോയിട്ട് വരാന്നുള്ള ഇതിൽ നിൽക്കാം. പുള്ളി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ചു വെച്ചപ്പോ പപ്പ ആദ്യം പറഞ്ഞ് നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ ആ രീതിയിൽ പൊക്കോ. അപ്പൊ പിന്നെ അമ്മയുടെ കണ്ട് ചോദിക്കാൻ പറ്റണം. അങ്ങനെ അമ്മേനെ വിളിച്ച് ചോദിച്ചപ്പോ അമ്മ കൊണ്ടുപോക്കാൻ പറ്റണം. അങ്ങനെ ഞങ്ങള് കൊണ്ടുപോയതാണ്. അങ്ങനെ അവൻ ഹാപ്പിയാന്ന് തോന്നുന്നു. നേരെ വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോയാ എല്ലാരെയും ഹാപ്പി. രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോകാണെന്ന് ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പണ്ടോട്ട് കാണുന്നതാണെങ്കിൽ ഒരു 3 അപ്പം എനിക്ക് 3 കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതി കൊണ്ടുപോയതാ. ഈ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ വിളിച്ചോണ്ടിട്ടുണ്ടായിരുന്നു. അവനെ മാത്രമായിട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല. കാരണം ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങിയാലും ഇങ്ങോട്ട് ഒരു 3 കൂടെ വാങ്ങുന്ന കൊണ്ടുപോവാനായിട്ട് രേണുവിന്റെ അച്ഛൻ ആദ്യം പറഞ്ഞത്രേ, കണ്ടില്ലേ ഇനി പൊക്കോളൂ എന്ന്. ആ വീട്ടില് ആദ്യമേ കിച്ചു വന്നപ്പോഴത്തേന് കിച്ചുവിന്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു പേടിയുണ്ടോ എന്തായതാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു, കിച്ചുവിനെ ആ വീട്ടിൽ വരുവോ, കിച്ചുവിനെ ആ വീട്ടിൽ കയറ്റുമോ എന്ന്. കിച്ചുവിനെ വീട്ടിൽ കയറ്റാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, കിച്ചുവിന്റെ വീടല്ലേ അത്. റിതപ്പൻ ചെറുതാണ്, റിതപ്പന്റെയും കിച്ചുവിന്റെയും കൂടെ വീടാണത്. അപ്പൊ റിതപ്പൻ ഇപ്പൊ ചെറുതായ സ്ഥിതിക്ക് ആ വീടിന്റെ പൂർണ്ണ അധികാരി എന്ന് പറയുന്നത് കിച്ചുവാണ്. അപ്പൊ കിച്ചുവിനെ വീട്ടിൽ കയറ്റാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ പറയുന്നുണ്ടായിരുന്നു, രേണുവിന്റെ അച്ഛൻ പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റത്തില്ല, നീ കണ്ടില്ലേ ഇനി അങ്ങ് പൊക്കോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് പറയാൻ കാരണം എനിക്ക് തോന്നുന്നു ഒന്നാമത് രേണു ഇവിടെ ഇല്ല. അപ്പൊ രേണു ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നത് കൊണ്ടായിരിക്കും ഇനി അവരെല്ലാവരും കൂടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കും, ഇനിയിപ്പോ റിതപ്പനെയും കിച്ചുവിനെയും തമ്മിൽ അടുപ്പിക്കണ്ട, അവരെ തമ്മിൽ അകറ്റി നിർത്തിയാൽ മതി എന്നൊക്കെ ഇവരൊക്കെ സംസാരം ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും രേണുവിന്റെ അച്ഛൻ പറഞ്ഞത് വിടാൻ പറ്റത്തില്ല, രേണുവിനോട് വിളിച്ച് ചോദിക്കാനൊക്കെ പറഞ്ഞത്. എന്തായാലും രേണുവിന്റെ അച്ഛന് അങ്ങനെ പറയാനുള്ള അധികാരം ഇല്ല. കാരണം കിച്ചുവിന്റെ സഹോദരനാണ് റിതപ്പൻ. അപ്പൊ റിതപ്പനെ കൂടെ കൊണ്ടുപോവാന്, റിതപ്പനെ നോക്കാനും ഒക്കെ ഉള്ള അധികാരവും അവകാശവും ഒക്കെ കിച്ചുവിനുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു അധികാരത്തിലും അവകാശത്തിലും അല്ലേ കിച്ചു വന്നത്. അപ്പൊ രേണുവിനോട് വിളിച്ചു ചോദിച്ചപ്പോ എന്തായാലും രേണു പറഞ്ഞു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു, കുട്ടികളല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ മുതിർന്നവരുടെ അനുവാദം വേണമല്ലോ. അങ്ങനെ എന്തായാലും രേണു അനുവദിച്ചു. രേണു അഗർ അനുവദിക്കാതിരുന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും രേണു കയറിയനെ, എല്ലാവരും കൂടെ രേണുവിനെ പറഞ്ഞ് ഇതാക്കിയനെ. വീണ്ടും അങ്ങനെ വിടാതെ കണ്ട് വരുന്നു എന്നുണ്ടെങ്കിൽ കിച്ചു വീണ്ടും വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞേനെ, ഞാൻ റിതപ്പനെ കൂട്ടാനായിട്ട് പോയിട്ട് റിതപ്പനെ എന്റെ കൂടെ വിട്ടില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും രേണു കയറിയനെ. അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പോ ഈ രേണു എന്താണ് കിച്ചു വിളിച്ചില്ല എന്ന് പറഞ്ഞത്? ചിലപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു വിവാദം എന്തായാലും ഉണ്ടായി. അപ്പൊ അത് കുറച്ചങ്ങ് കത്തി കയറട്ടെ, കുറച്ചൊന്ന് വൈറൽ ആവട്ടെ. അപ്പൊ കിച്ചു എന്നെ വിളിച്ചു, കിച്ചു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ അങ്ങ് തീരില്ലേ. അപ്പൊ അത് വേണ്ട, കിച്ചു വിളിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇത് കുറച്ചൊന്ന് വൈറലായി കുറച്ചൊന്ന് കത്തി കയറുമല്ലോ. അതിന് വേണ്ടിയിട്ട് രേണു പറഞ്ഞതായിരിക്കും. രേണുവിന് എപ്പോഴും നെഗറ്റീവിലൂടെ വൈറലാവുന്നതാണല്ലോ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് രേണു കുറച്ച് നെഗറ്റീവ് കൊണ്ടിട്ടതാവാനാണ് സാധ്യത. പക്ഷെ രേണുവിന് പറയായിരുന്നു, കിച്ചു വിളിച്ചിരുന്നു റിതപ്പനെ പുറത്ത് കൊണ്ടുപോകാനായിട്ട്, കൊണ്ടുപോട്ടെ എന്ന് ചോദിക്കാൻ എന്നെ കിച്ചു വിളിച്ചിരുന്നു എന്ന് രേണുവിന് പറയായിരുന്നു. പക്ഷെ രേണു അത് പറഞ്ഞില്ല. അപ്പൊ അതാണ് കാര്യം. പിന്നെ പറയാനുള്ളതെന്ന് പറയുന്നത്, അവര് തമ്മിൽ കിച്ചുവിന് റിതപ്പനും റിതപ്പന് കിച്ചു അവര് സഹോദരങ്ങളാണ്. ഇപ്പോഴേ ആ കൊച്ചിന്റെ മനസ്സില് കിച്ചുവിനെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കൊടുത്ത് അതിന്റെ മനസ്സ് മാറ്റാതിരുന്നാൽ കൊള്ളായിരുന്നു. പക്ഷെ രേണു ചെയ്തില്ലേലും രേണുവിന്റെ വീട്ടുകാർ അത് ചെയ്തോളൂ. കിച്ചു തന്നെ പറയുന്നത് കേട്ടില്ലേ, കൊണ്ടുപോയപ്പോ കൂടെ 5 മിനിറ്റ് കൂടുമ്പോൾ വിളിക്കുമായിരുന്നു, എടാ എന്റെ കൊച്ചുങ്ങളെ എവിടെയാടാ കൊണ്ടുപോയത് എവിടെയാണ് അത്. അപ്പൊ അവരുടെ കൊച്ചുങ്ങളെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ചോദിക്കണമല്ലോ എവിടാ കൊച്ചുങ്ങളെ കൊണ്ടുപോയത് എന്ന് അവർക്ക്
ചോദിക്കണമെന്നല്ലോ, അതിന്റെ പേരിൽ ചോദിച്ചതായിരിക്കും. എന്തുമായാലും പക്ഷേ ഇവർ നല്ലതുപോലെ ഋതപ്പന്റെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അത് ആ കൊച്ചിന്റെ മുഖത്ത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നുണ്ട്. ആ കൊച്ചിന്റെ പെരുമാറ്റവും എല്ലാം വെച്ചിട്ട് ഇവര് രേണുവിന്റെ വീട്ടുകാർ നല്ലതുപോലെ ആ കൊച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തുമായാലും ഇപ്പൊ എന്തായാലും കിച്ചു ഹീറോ ആയിട്ടുണ്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ. ഇത്രയും ഒരു പ്രശ്നം നടന്നിട്ട് കിച്ചു പോവാതിരിക്കുവോ അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുവോ ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ ഇരുന്നു എന്നുണ്ടെങ്കിൽ പ്രശ്നം രൂക്ഷമായി വഷളായി പോയനെ. പക്ഷെ ഇങ്ങനെ കിച്ചു അവരുടെ വീട്ടിൽ ചെന്ന് ഋതപ്പനെ കൊണ്ട് കറങ്ങാനൊക്കെ പോയി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഈ രേണു സോഷ്യൽ മീഡിയയിൽ വന്ന് കിച്ചുവിനെതിരായിട്ടാണല്ലോ സംസാരിക്കുന്നത്. അവൻ വലുതായില്ലേ, അവൻ പൈസ ഉണ്ടാക്കാറായില്ലേ, പൈസ ഉണ്ടാക്കട്ടെ, അതായത് അവർ തമ്മിൽ ഭയങ്കര ശത്രുക്കളായിട്ടുള്ളവനൊക്കെ സംസാരിക്കുന്നത്. പാലുകാരൻ വന്നു ഗൈസ്, അതുകൊണ്ട് പാലുകാരൻ വന്ന് വെല്ലടിച്ചു, അതുകൊണ്ട് പാല് മേടിച്ചു വെക്കാൻ പോയതാ. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഋതപ്പന്റെയും കിച്ചുവിന്റെയും കഥകളാണ്. അപ്പൊ കിച്ചുവിനും ഋതപ്പനും നല്ല സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ വലിയവര് പറഞ്ഞ് ഈ കൊച്ചിന്റെ മനസ്സ് ഇങ്ങനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ചെയ്യാൻ പറ്റും, അത് മാറിപ്പോവും. പിന്നെ അതേ കണക്ക് തന്നെ ആ ഒരു രമ്യയുടെ മോൻ ആ കൊച്ചുങ്ങൾ രണ്ടുപേരുടെ കാറിൽ ഇരുന്നപ്പോ എവിടെ പോവാന്ന് വെച്ചപ്പോ ആദ്യം ഇങ്ങനെ പറഞ്ഞു എയർപോർട്ടിൽ. പിന്നീടാണ് അതിന് ഓർമ്മ വന്നത്. പിന്നെ അത് പറഞ്ഞു എനിക്ക് സ്ഥലം അറിയത്തില്ല എന്ന്. ആ രമ്യയുടെ മോൻ ആ രണ്ട് കൊച്ചുങ്ങളും കൂടെ ഇങ്ങനെ കാറിൽ ഇരുന്നല്ലേ. അപ്പോൾ അന്ന് ഞാൻ അധികം വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കഷ്ണ കൊച്ചുങ്ങളെയൊക്കെ വീഡിയോയിൽ കാണിക്കുന്നതിന് ചിലപ്പം പ്രശ്നമായാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഈ കൊച്ചുങ്ങളെ എല്ലാം ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിച്ചു വന്നു കഴിഞ്ഞാൽ ആടി പോവരുത്, മിണ്ടരുത്, പറയരുത്. എന്നിട്ട് അവർ ഇറങ്ങിയപ്പോൾ ഇവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും നമ്മൾ എവിടെ പോകുന്നതെന്നൊന്നും കിച്ചുവിനോട് പറയരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഇവര് കിച്ചു ഈ കൊച്ചുങ്ങളെ കൊണ്ട് കറങ്ങാൻ പോയപ്പോഴത്തേന് കിച്ചു രേണുവിന്റെ സഹോദരി രമ്യയുടെ 2 കുട്ടികളും അതേ കണക്ക് തന്നെ രേണുവിന്റെ അമ്മയും കൂടിയാ പോയത്. കിച്ചുവിനെ ഇപ്പൊ അവർക്ക് അത്രയ്ക്ക് വിശ്വാസം ഇല്ലെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അവര് രേണുവിന്റെ അമ്മയും കൂടെ പോയത്. എന്തോ അങ്ങനെ അതൊക്കെയാണ് പുതിയ കഥകള്. എന്തുവായാലും രേണു പറഞ്ഞ കള്ളങ്ങളെല്ലാം സത്യമായിട്ട് അങ്ങ് വന്നു. മിണ്ടില്ല, പറയില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇത്രയും ലേറ്റ് ആയിട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേനും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടോ ഇപ്പോ നടക്കുന്ന വീഡിയോ ആണ്. പക്ഷെ ഇത് ഇപ്പോഴത്തെ വീഡിയോ അല്ല. രേണു അങ്ങ് റാസൽ ഖാനോ അവിടെ എന്താ സ്ഥലപ്പേര് എനിക്ക് അത്ര അറിയത്തില്ല, അവിടെ നിന്ന് വന്നിറങ്ങിയ സമയത്തുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.